എടാ മക്കളെ, വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഏകദേശം 1 മാസമായി എന്നറിയാം. കാരണം നമുക്കിപ്പം പോസ്റ്റിംഗ് ആയിരുന്നു. ഇതിൻ്റെ ഇടയിൽ കേസ് സ്റ്റഡിയും കേസ് പ്രസൻറ്റേഷനും ഡ്രഗ് പ്രസൻറ്റേഷനും പിന്നെ ടോപ്പിക് പ്രസൻറ്റേഷനും ക്ലിനിക്കൽ ഡയറിയും വൈവ ബുക്കും അങ്ങനെ ഒരുപാട് കംപ്ലീറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് സമയം കിട്ടാതെ വന്നു. പക്ഷേ ഇന്ന് എന്തായാലും സമയം നാളത്തേക്ക് ഹെൽത്ത് ടോക്കൊക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ട്. എങ്കിൽ പോലും ജസ്റ്റ് സമയം ഉണ്ടാക്കി വന്നതാണ് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട്. സോ ആദ്യം തന്നെ പറയാനുള്ളത് നമുക്ക് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് ഉള്ളതെന്ന്. അപ്പം ഇതിപ്പോൾ നമുക്ക് ക്ലിനിക്കൽ ഫയലാണ്. ആദ്യത്തെ 2 ക്ലിനിക്കൽ ഫയലെന്ന് വെച്ചാൽ ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും കൂടെ ചേർന്നിട്ടുള്ളതാണെങ്കിൽ ഈ അവസാനത്തെ 2 തേർഡ് സെമ്മിൻ്റെ മാത്രമാണ്. അതിനർത്ഥം അത്രത്തോളം നമുക്ക് എഴുതാനുണ്ട്. സെക്കൻഡ് സെമ്മിലെ നഴ്സിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് കുറച്ചേ ഉള്ളൂ അതിനകത്ത്. അതേസമയം കേസ് സ്റ്റഡിയിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാടുണ്ട്. ഈ നഴ്സിംഗ് പ്രോസസ്സിൻ്റെ കൂടെ ഡിസീസ് ആസ്പെക്റ്റ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എഴുതി പോകുന്നുണ്ട്. അപ്പം അത്രയും തന്നെ കണ്ടന്റ്. നമ്മുടെ AVH ആദ്യം കാണിച്ചു തന്നില്ല, അതാണ് AVH. അതിനകത്ത് വലിയ ചാർട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഫ്ലാഷ് കാർഡ് ഉപയോഗിക്കുന്നുണ്ട്, പാംപ്ലെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിനൊക്കെ സൈസുണ്ട്. അപ്പം നമ്മൾ ബോർഡർ വരയ്ക്കുമ്പോഴത്തേക്കും ഔട്ടർ ലൈനിൽ നിന്ന് ഒരു 2 സെൻറ്റിമീറ്റർ 2.5 സെൻറ്റിമീറ്റർ അകത്തോട്ടാണ് വരയ്ക്കുന്നത്. നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ വേണം എഴുതാനായിട്ടുള്ളത്. അപ്പം നമ്മളൊരു ചാർട്ടിനകത്ത് തന്നെ ഒരു സെൻറ്റൻസ് എഴുതി കഴിഞ്ഞാൽ അടുത്തൊരു ലൈന് ആ ലൈൻ വിട്ട് പിന്നെ ഒരു 2 സെൻറ്റിമീറ്റർ വിട്ടിട്ട് വേണം 2 സെൻറ്റിമീറ്റർ വീതിയിൽ എഴുതേണ്ടത്. അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഇടാം. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ റിക്വയർമെൻറ്റ്സ്. നമ്മൾ പിൻ ചെയ്യുന്ന സമയത്ത് ടാഗ് ചെയ്യുന്ന സമയത്ത് അവസാനം ഈ ഒരു ചാർട്ട് മടക്കിയിട്ട് വേണം. വലിയ ചാർട്ടാണെങ്കിൽ മടക്കണം. ഫ്ലാഷ് കാർഡാണെങ്കിൽ പഞ്ച് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മളിപ്പോൾ ഒരു പ്രസൻറ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന AVH എന്ന് പറയുന്നത് വലിയ ചാർട്ട് ഉപയോഗിക്കാം. പിന്നെ ഒരു മീഡിയം ഫ്ലാഷ് കാർഡാണെങ്കിൽ ഒരു 6 ഉപയോഗിക്കാം. അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചും കൂടുതൽ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ പാംലെറ്റ് ഉപയോഗിക്കാം. അത് നമുക്ക് പേഷ്യൻസിന് കൊടുത്തു വിടുകയാണ് ചെയ്യേണ്ടത്. അപ്പം അത് ഏറ്റവും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം. പേഷ്യൻസിന് നന്നായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം. നമുക്ക് നമ്മുടെ മെയിൻ എയിം അവർക്ക് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുക എന്ന് തന്നെയാണ്. അങ്ങനെ ചെയ്യുക. പിന്നെ എല്ലാത്തിനകത്തും നമ്മൾ പ്രിൻ്റ് ചെയ്ത് ഒട്ടിക്കണം. സത്യം പറഞ്ഞാൽ അത് വലിയൊരു പ്രോസസ്സാണ്. ഈ പറയുന്ന ഫോട്ടോ കണ്ടുപിടിക്കുന്നതായിക്കോട്ടെ, ഇപ്പം നമ്മളൊരു ടോപ്പിക്ക് നമ്മളിപ്പം പ്രസൻറ്റ് ചെയ്യാനൊരു കാര്യം ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ കേസ് സ്റ്റഡി എഴുതാൻ പോകുന്നു, കേസ് പ്രസൻറ്റേഷൻ എഴുതാൻ പോകുന്നു, നമ്മൾ കുറേ ടോപ്പിക്ക് നോക്കുന്നുണ്ട്. അതിന് ശേഷം ഗൂഗിളിലോ എവിടെയെങ്കിലും സെർച്ച് ചെയ്യുക, പടം കണ്ടുപിടിക്കുക, ദെൻ പ്രിൻ്റ് കടയിൽ പോവുക, പ്രിൻ്റ് എടുക്കുക. അങ്ങനത്തെ ഒരു വലിയൊരു പ്രോസസ്സാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഫോട്ടോ ഒക്കെ എവിടെയെങ്കിലും കിട്ടുന്ന സമയത്ത് കുറച്ച് വെച്ച് നമുക്ക് സ്വരുക്കൂട്ടി വീണ്ടും ഉപയോഗിക്കാം. പക്ഷേ മേക്ക് ഷുവർ ദാറ്റ് ആ ഒരു സിറ്റുവേഷൻ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പടങ്ങളാണ് നമ്മൾ ഒട്ടിക്കുന്നതെന്നുള്ളത്. അപ്പം എല്ലാം വേണം. ഒരു പ്രസൻറ്റേഷൻ ചെയ്യാൻ പോകുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഫ്ലാഷ് കാർഡായിരിക്കും, പാംലെറ്റ് ആയിരിക്കും. ഏറ്റവും നല്ലത് ഏതാണ്, നമുക്ക് ഏത് രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നതിനനുസരിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.